പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള അങ്ങേറ്റം ഈ സേനയെ, ആഭ്യന്തര വകുപ്പിനെ, പോലീസുകാരെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. യൂണിഫോം നൽകാമെന്ന പേരിൽ സഹപ്രവർത്തകരിൽ നിന്ന് പണം തട്ടിയ പോലീസുകാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം SIP ക്യാമ്പിലെ പോലീസുകാരനായ ശംഭു ആർ കൃഷ്ണനാണ് പിടിയിലായത്. ഇയാൾ 7 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഈ പണം ഓൺലൈനിൽ റമ്മി കളിച്ചു കളഞ്ഞെന്നാണ് മൊഴി. വിവരങ്ങളുമായി VB അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം നൽകാമെന്ന് പറഞ്ഞ് മറ്റു പോലീസുകാരിൽ നിന്നും പണം തട്ടുന്നു. ഏകദേശം 7 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പറയുന്നത്. അവിശ്വസനീയമായ ഒരു കാര്യമാണ്. കാരണം ഇതെങ്ങനെയാണ് ഇത്രയധികം തുക ഇയാൾ ആരിൽ നിന്നാണ് തട്ടിയെടുത്തത്? എങ്ങനെയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്? സംഭവത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ശംഭു ആർ കൃഷ്ണൻ എന്ന പോലീസ് ട്രെയിനിക്കെതിരെയാണ് ഈ പരാതി. ഇപ്പോൾ FIR, ഇയാൾ അറസ്റ്റായിട്ടുണ്ട്. FIR-ൽ പറയുന്നത് ഇയാൾക്ക് ഓഫീസർ കമാൻഡിംഗായി താൽക്കാലിക ചുമതല നൽകിയിരുന്നു. SAP ബറ്റാലിയൻ ഈ കമ്പനിയിലെ KAP 3 ബറ്റാലിയൻ, KAP 5 ബറ്റാലിയനെയും പോലീസ് റിക്രൂട്ട്മെന്റ് ട്രെയിനികൾക്ക് അവരിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. യൂണിഫോം തുണിയെടുക്കുന്നതിനും സ്റ്റിച്ചിങ്ങിനുമുള്ള പണം സമാഹരിക്കാൻ 7 പേരുള്ള യൂണിഫോം കമ്മിറ്റി അംഗമായിരുന്നു ഈ പ്രതി. യൂണിഫോം മെറ്റീരിയൽ വിൽക്കുന്ന SAP-യിലെ ക്യാന്റീനിലും വിൽസൺ അരയുടെ പോലീസ് യൂണിഫോം സൊസൈറ്റി എന്ന സ്ഥാപനത്തിലും പണം അടയ്ക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ ഈ പോലീസ് ട്രെയിനികളിൽ നിന്ന് പണം കൈപ്പറ്റിയത്. ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് വഴിയാണ് 22,000 രൂപയും മറ്റൊരു SBI അക്കൗണ്ട്, പല അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നിരവധി ബാങ്ക് അക്കൗണ്ടുകളിലോ ഇയാൾ ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇയാൾക്കെതിരെ പരാതി എല്ലാം ചേർത്ത് 7,18,320 രൂപയാണ് പ്രതിയുടെ ഫോൺ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത്. അതായത് ഈ ബാങ്കുകളിൽ നിന്ന് ഈ തുക ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. റിക്രൂട്ട്മെന്റ് ട്രെയിനിന് സമാഹരിച്ച തുക സാധാരണ ഈ സ്റ്റിച്ചിങ് സ്ഥാപനത്തിൽ നൽകേണ്ടതാണ്. എന്നാൽ അവിടെ നൽകിയില്ല. SAP-യുടെ ക്യാന്റീനിലും ഈ പണം അടയ്ക്കാതെ വിൽസൺ അലയുടെ യൂണിഫോം സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ അടയ്ക്കാതെയും അമിത ലാഭത്തിനായി ഇയാൾ തട്ടിയെടുത്തു എന്നാണ് ആരോപിക്കുന്നത്. പിന്നീട് പണം എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് ഓൺലൈൻ ബെറ്റിംഗ് ഗെയിം കളി നഷ്ടപ്പെടുത്തി എന്നാണ് ഇയാൾ പോലീസ് അറിയിക്കുന്ന മൊഴി. തുടർന്നാണ് പോലീസ് ഇയാൾക്കെതിരെ FIR ചാർജ് ചെയ്തത്. ഇയാൾക്കെതിരെ സസ്പെൻഷനിലും നടപടിയും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ട്രെയിനിയാണ്, വളരെ ചെറുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അയാളാണ് ഇത്തരത്തിൽ സഹപ്രവർത്തകർക്ക് യൂണിഫോം അലവൻസായി ലഭിക്കേണ്ട ആ തുക തട്ടിയെടുത്തിരിക്കുന്നത്. യൂണിഫോമിന്റെ പേരിൽ സഹപ്രവർത്തകരെ കബളിപ്പിക്കുകയാണ് ശംഭു ആർ കൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. SAP ക്യാമ്പിലെ പോലീസുകാരനാണ് ഇയാൾ. 7 ലക്ഷം രൂപ, 7,000 രൂപ ഇങ്ങനെ തട്ടിയെടുത്തു. എന്നിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ റമ്മി കളിച്ചു എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ രീതിയിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ ട്രെയിനികളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസ് അന്വേഷിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഒരു പോലീസുകാരൻ, ഒരു ട്രെയിനി ആയിട്ടുള്ള പോലീസുകാരൻ തുടക്കത്തിൽ തന്നെ, അതായത് സേനയിൽ അദ്ദേഹം ഈ സർവീസിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇയാളെയൊക്കെ ഈ സേനയിൽ തുടർന്ന് ഇരുത്താൻ കഴിയും? തീർച്ചയായും നമുക്കറിയാം, നിരവധി പോലീസുകാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഓരോ ദിവസങ്ങളിലും പുറത്തു വരുന്നുണ്ട്. അഴിമതി ഉൾപ്പെടെ, കൈക്കൂലി കേസടക്കം നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു പോലീസുകാരുടെ യൂണിഫോം തുക തട്ടിയെടുത്തു ഒരു വശത്ത്, അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള റമ്മി ഗെയിം കളിച്ചു എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ ഒരു നടപടി സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യൂണിഫോം കമ്മിറ്റി ഉണ്ട്, ഈ ബറ്റാലിയൻ, ആ യൂണിഫോം കമ്മിറ്റിയിലെ അംഗമായിരുന്നു ഈ പ്രതിയും. SAP ക്യാന്റീനും അതുപോലെ തന്നെ SAP-യിലെ ക്യാന്റീനിലും ട്രൈ ക്യാന്റീനിലും അതുപോലെ തന്നെ വിൽസാൻഡയുടെ സൊസൈറ്റി എന്ന സ്ഥാപനത്തിലും ഇതിനുള്ള പണം അടയ്ക്കാമെന്ന് പറഞ്ഞാണ് വിവിധ സ്ഥലങ്ങളിലുള്ള ട്രെയിനികളിൽ നിന്ന് ഇയാൾ ഇങ്ങനെ പണം സമാഹരിച്ചത്. ചെറിയ പല തുകയുണ്ട്. നിരവധി ബാങ്ക് അക്കൗണ്ട് വഴി ഈ പണം ഇയാൾ സമാഹരിക്കുക, എന്നിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് അത് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇങ്ങനെ സ്വാഭാവികമായും ടോം സൂചിപ്പിച്ച പോലെ ഇയാൾ ട്രെയിനിയാണ്. സ്വാഭാവികമായും അഴിമതിക്കാരായ നിരവധി ഉദ്യോഗസ്ഥർ സേനയിലുണ്ട്. അങ്ങനെ അല്ലാത്ത മഹാഭൂരിപക്ഷ ഉദ്യോഗസ്ഥരും കേരള പോലീസിന്റെ ഭാഗമാണ്. പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ വളരെ തുടക്കത്തിൽ തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകൾ പിടിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇയാൾ സ്വാഭാവികമായും
ഇയാൾ പിന്നീട് പ്രൊമോഷനിലേക്ക് വിരമിച്ച് മറ്റു പദവികളിലേക്ക് പോകേണ്ട ഒരാളാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇയാൾക്ക് പിടിവീണിരിക്കുന്നു. ഏതായാലും കൂടെയുള്ള ആളുകളെ തന്നെയാണ് തട്ടിക്കുന്നത്. അവരുടെ പണം തന്നെയാണ്, അവർക്ക് കിട്ടുന്ന നിസ്സാരമായ പണം തന്നെയാണ് അയാൾ പിടിച്ചു പറിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതായാലും ഇത്തരം പരാതി പെട്ടെന്ന് പോലീസിലേക്ക് എത്തുകയും അങ്ങനെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. SAP ക്യാമ്പിൽ നടന്ന ഒരു വിഷയമാണ്. ആ ക്യാമ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ട്രെയിനിൽ തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഏതായാലും ഇയാൾക്ക് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മറ്റു നടപടികളിലേക്കും വകുപ്പത്തിന്റെ നടപടികളിലേക്കും വൈകാതെ പോലീസ് കടക്കാൻ തന്നെയാണ് സാധ്യത. വ്യക്തമാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. യൂണിഫോം നൽകാമെന്ന പേരിൽ സഹപ്രവർത്തകരിൽ നിന്നും പണം തട്ടിയ പോലീസുകാരൻ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം SAP ക്യാമ്പിലെ പോലീസുകാരനായ ശംഭു R. കൃഷ്ണനാണ് പിടിയിലായത്. ഇയാൾ 7 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.